ഹായ് ഹലോ, ദിസ് ഇസ് ശരണ്യ. വീണ്ടും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണെന്ന് 1 by 1 എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇപ്പം എല്ലാവരും പഠിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് കുറച്ച് ടോപ്പിക്സുകൾ കവർ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഈ നമ്മളൊരു 10 15 ക്വസ്റ്റ്യൻസ് എടുക്കുന്നതിൽ തന്നെ ഞാൻ ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ട്. അതിൽ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, മലയാളത്തിൽ നമുക്ക് 10 മാർക്കേ ഉള്ളൂ, എങ്കിലും നമ്മൾ ആ 10 മാർക്ക് കളയാണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. അപ്പം അത് ആരും മിസ് ചെയ്യരുത്. നമുക്ക് എന്തായാലും ആ മാർക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റ്യൻസും ഫസ്റ്റ് ഒരു പ്രാവശ്യം ഈ സ്ലൈഡ്, അതായത് ഈ ക്വസ്റ്റ്യൻസും ആൻസറും കറക്റ്റ് ആയിട്ട് കേൾക്കുക. അപ്പോൾ സെക്കൻഡ് ടൈമും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ, മനസ്സിൽ കറക്റ്റായിട്ട് തറോ ആയിട്ട് അത് നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും 2 വീതം വട്ടമെങ്കിലും കേൾക്കണം കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും നമ്മൾ ഈ 10 മാർക്ക് കളയാണ്ട് നമുക്കൊരു നെഗറ്റീവ് അടിക്കാണ്ട് കിട്ടാവുന്ന ഒരു പാർട്ടാണിത് മലയാളം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് 2 പ്രാവശ്യമെങ്കിലും കേട്ട് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് ചെല്ലുമ്പോൾ എഴുതാനും കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടന്നാലോ? ഓക്കെ, എന്താണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ? എന്താണ്? സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി ആരുടേതാണ്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഈ ക്വസ്റ്റ്യൻ പിന്നെ റിപ്പീറ്റഡ് ആണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയണത്, നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ 1 മാർക്ക് കിട്ടിയില്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, 2 വട്ടം കേൾക്കുക, പഠിക്കുക. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി ആരുടേതാണ്? ആരുടേതാണ്? MT വാസുദേവൻ നായർ, ഉറൂബ്, തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ. ഇതിൽ ഏതാണ് ആൻസർ? നമുക്ക് എല്ലാവർക്കും അറിയാം, ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഉറൂബ്. ഓക്കെ, നമ്മുടെ മലയാളത്തിലെ നോവലിസ്റ്റും ഒരു ചെറുകഥാകൃത്തുമാണ് നമ്മുടെ ഉറൂബ് അദ്ദേഹം. ഓക്കെ, PC കുട്ടിക്കൃഷ്ണൻ. എന്താണ്? PC കുട്ടിക്കൃഷ്ണൻ എന്നാണ് യഥാർത്ഥ നാമം. ഉറൂബ് എന്നത് തൂലികാ നാമമാണ് കേട്ടോ. അപ്പൊ യഥാർത്ഥ നാമം എന്താണ്? PC കുട്ടിക്കൃഷ്ണൻ. ആവശ്യമുള്ളവരെ നോട്ട് ചെയ്തെടുക്കുക, കാരണം നമുക്ക് ഇതിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാലോ. അപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുമ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ള കുറച്ച്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ, ആവശ്യമുള്ളവര് ക്വസ്റ്റ്യൻസ് ഓരോന്നും കേൾക്കുമ്പോൾ തന്നെ. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ രചനകളാണ്, അതായത് ഉറൂബ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ രചനകളാണ് ഈ സുന്ദരികളും സുന്ദരന്മാരും, പിന്നെ ഉമ്മാച്ചു കേട്ടോ, ഉമ്മാച്ചു എന്നുള്ളതും. അപ്പൊ ഇത് മനസ്സിലായല്ലോ. സുന്ദരികളും സുന്ദരന്മാരും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക ആ കൃതി ആരുടേതാണ്? ഉറൂബ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? PC കുട്ടിക്കൃഷ്ണൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ, എന്താണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ? നായ കഥാപാത്രമായ ഒരു കഥ അല്ലെ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറുപ്പത്തിലൊക്കെ. അപ്പൊ ഏകദേശം നമ്മൾ ഈ ഒരു ചെറു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും സയൻസും സോഷ്യലും എല്ലാം ചെറുതിൽ പഠിച്ചത് തന്നെയാണ് റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോഴൊക്കെയാണ് എക്സാം എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യായിരുന്നു. പക്ഷെ ഇതിനൊരു ഏജ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏകദേശമൊക്കെ മറന്നു കാണും. പക്ഷെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് തന്നെ അത് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പം ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. നായ കഥാപാത്രമായ ഒരു കഥ. അപ്പൊ ഓപ്ഷൻ ഏതൊക്കെയാണ്? ശബ്ദിക്കുന്ന കലപ്പ, വെള്ളപ്പൊക്കത്തിൽ, കടൽ തീരത്ത്, നെയ്പായസം. ഓക്കെ, ഇത് കടൽ തീരത്ത് എന്നാണ് കേട്ടോ. ഇത് മാറിപ്പോയതാണ്, കടൽ തീരത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളത് നോക്കാം. ഏതാണ് ആൻസർ? വെള്ളപ്പൊക്കത്തിൽ. അപ്പൊ നായ കഥാപാത്രമായ ഒരു കഥ ഏതാണ്? വെള്ളപ്പൊക്കത്തിൽ. മനസ്സിലായല്ലോ.
അപ്പൊ തകഴി ശിവശങ്കര പിള്ള അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയാണ് ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്നത്. ആരുടെയാണ്? തകഴി ശിവശങ്കര പിള്ളയുടെ ചെറുകഥയാണ് ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്നത്. ഇതില് ഏറ്റവും പ്രധാനമായ ഒരു കഥാപാത്രമാണ് ഈ നായ. നായനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. കഥ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ഒരു പ്രകൃതി ദുരന്തത്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. പിന്നെ അടുത്തത് ഏതാ? ശബ്ദിക്കുന്ന കലപ്പ. ഇത് ആരുടേതാണ്? പൊൻകുന്നം വർക്കിയുടെ, അദ്ദേഹത്തിന്റെയാണ് ഈ ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറയുന്നത്. മലയാള ഒരു ചെറുകഥയാണത്. പിന്നെ ഔസേഫ് എന്ന കർഷകനും കണ്ണൻ എന്ന ഉഴവുകാളയും തമ്മിലുള്ള ഒരു ഹൃദയബന്ധത്തിന്റെ കഥയാണ് ഈ ശബ്ദിക്കുന്ന കലപ്പയില് പ്രതിപാദിക്കുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? അടുത്തത് കടൽ തീരത്ത്. കടൽ തീരത്ത് എന്ന് പറയുന്നത് OV വിജയൻ സാറിന്റെ ഒരു ചെറുകഥയാണ് കേട്ടോ. നെയ്പായസം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നെയ്പായസം അല്ല കേട്ടോ, ആ ചെറുകഥയാണ്. നെയ്പായസം ആരുടെയാണ്? മാധവിക്കുട്ടി. ബാലസാഹിത്യ കഥയാണ് ഈ നെയ്പായസം എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ പറയണു, ഇതിൽ ആവശ്യമുള്ളത് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ആവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത് എഴുതിയെടുക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടെ കണ്ടിട്ടുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഞാൻ ഏകദേശം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ശൈലികളെത്തി. അപ്പൊ ശൈലികൾ എല്ലാവരും ദിവസവും കുറച്ചെങ്കിലും ഒരു 5 വീതമെങ്കിലും വായിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം ശൈലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അതിന്റെ ആൻസർ. ഒരു 2 വട്ടെങ്കിലും വായിച്ചു നോക്കിയാൽ തന്നെ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ 2 വട്ടം വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ വിട്ടത് ഞാൻ കഴിഞ്ഞൊരു സ്ലൈഡ്, അതായത് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് നമ്മൾ ഈ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടല്ലോ, അതായത് ഒരു മുന്നേ ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്ത് തീരുകയാണെങ്കിൽ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ബാലൻസ് ഉള്ളപ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ ആ തിരിഞ്ഞു നോട്ടം വേണ്ട, നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് തന്നെ 2 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് നമുക്ക് ആൻസർ ഏതാന്ന് കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിന് സമാനമായ മലയാളത്തിലെ ശൈലി ഏതൊക്കെയാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, വിത്തുഗുണം 10 ഗുണം, മിന്നുന്നതെല്ലാം പൊന്നല്ല, മടിയൻ മല ചുമക്കും. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? എല്ലാവർക്കും അറിയാം, നമുക്ക് കണ്ണടച്ച് പറയാം. ഏതാ ആൻസർ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഏതാണ് ആൻസർ? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താങ്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്യം. ഇംഗ്ലീഷ് ഏകദേശം അറിയാവുന്നവർക്ക് ഇത് ഈസി ആയിട്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. അറിയാത്തവർ പേടിക്കൊന്നും വേണ്ട. നമ്മളൊരു ഈ 4 ഓപ്ഷൻസും വൃത്തിയായി വായിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വരില്ല. നല്ലപോലെ വായിച്ചു നോക്കുക, തീർച്ചയായിട്ടും പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഓക്കെ, നമുക്ക് ഓപ്ഷൻസിലോട്ട് പോകാം. ഓപ്ഷൻ എ, യു വിൽ ജോയിൻ ദ ഡ്യൂട്ടി. ഓപ്ഷൻ ബി, യു ക്യാൻ ജോയിൻ ദ ഡ്യൂട്ടി. ഓപ്ഷൻ സി, യു ജോയിൻഡ് ദ ഡ്യൂട്ടി. ഓപ്ഷൻ ഡി, യു റെസ്യൂം ദ ഡ്യൂട്ടി. ഓക്കെ, താങ്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. ഇത് ഏതായിരിക്കും ഇതിന്റെ ആൻസർ? യു ക്യാൻ ജോയിൻ ദ ഡ്യൂട്ടി. അതേതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി, യു ക്യാൻ ജോയിൻ ദ ഡ്യൂട്ടി. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. അക്കിത്തം തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ എ, സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ ബി, ശങ്കരക്കുറുപ്പ്, ശ്രീധരൻ മേനോൻ, അച്യുതൻ നമ്പൂതിരി. ഇതിലെ ആൻസർ അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ഓപ്ഷൻ ഡി, അച്യുതൻ നമ്പൂതിരി. ഓക്കെ, അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ അച്യുതൻ നമ്പൂതിരി. മറക്കരുത്, നിങ്ങൾ റിപ്പീറ്റഡ് ആയി കേട്ട് 2 വട്ടമെങ്കിലും കേട്ട് പഠിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. തൂലികാനാമങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും കേട്ടോ. അപ്പൊ അത് വിടരുത്.
തൂലിക നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് ഏകദേശം നോട്ട് ചെയ്യുക. എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ നോക്കല്ലേ, എൻ്റെ തലേ ദിവസം ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, എഴുതി കളഞ്ഞു. അടിവരയിട്ട പദം ഏത് ഭാഷാ പ്രയോഗ വ്യവസ്ഥിതിയിൽ ഉൾപ്പെടുന്നു? അപ്പൊ ഇത് നമ്മുടെ പ്രയോഗം ടോപ്പിക്കാണ് അല്ലേ, പ്രയോഗ ഭാഗത്തിന്റെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെയാണ്. ഓപ്ഷൻ എ നാമവിശേഷണം, ഓപ്ഷൻ ബി മുറ്റുവിന, ഓപ്ഷൻ സി പേരച്ചം, ഓപ്ഷൻ ഡി അനുപ്രയോഗം. നാമവിശേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലേ. ഇത് നമുക്കിവിടെ നാമത്തെ വിശേഷിപ്പിക്കുകയാണോ? അല്ല. നാമത്തെ വിശേഷിപ്പിക്കുന്നത് പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വെളുത്ത കുട്ടി. ഓക്കെ, അപ്പൊ അത് നമ്മുടെ നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലേ. അതാണ് ഈ നാമവിശേഷണം എന്ന് പറയുന്നത്. അപ്പൊ അതല്ല. ഓപ്ഷൻ ബി മുറ്റുവിന. മുറ്റുവിന, പറ്റുവിന അങ്ങനെയൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയുമല്ലോ. നമുക്കത് അങ്ങനെ ആ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അപ്പൊ മുറ്റുവിന എന്താന്ന് നോക്കാം, കാരണം നിങ്ങൾക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, മുറ്റുവിന എന്താണ്? മറ്റൊരു പദത്തിനും കീഴടങ്ങാതെ പ്രധാനമായും നിൽക്കുന്ന പൂർണ്ണക്രിയയാണ് ഈ മുറ്റുവിന എന്ന് പറയുന്നത്. അതായത് പറഞ്ഞു, കളിച്ചു, വീണു, അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ മുറ്റുവിന എന്ന് പറയുന്നത്. അടുത്ത ഏതാണ്? ഓപ്ഷൻ സി പേരച്ചം. പേരച്ചം എന്താണ്? പേരച്ചം നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണ ക്രിയയാണ് ഈ പേരച്ചം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. വിടരുന്ന പൂവ്, ചിരിക്കുന്ന കുഞ്ഞ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പേരച്ചത്തിന് എക്സാമ്പിൾ ആണ്. അതാണോ നമുക്ക് ഇവിടെ അടിവരയിട്ട പദം തന്നിരിക്കുന്നത്? അല്ല. അടുത്തത് എന്താണ്? അനുപ്രയോഗം. എന്താണ് അനുപ്രയോഗം? പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുന്നതിന് വേണ്ടി പിന്നാലെ ചേർക്കുന്ന ഒരു ക്രിയയാണ് ഈ അനുപ്രയോഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അനുപ്രയോഗം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഏകദേശം ആൻസറും പിടികിട്ടി കാണും. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി അനുപ്രയോഗം. മനസ്സിലായല്ലോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഞാന്. നാമവിശേഷണം, മുറ്റുവിന, പേരച്ചം, അനുപ്രയോഗം, ഇത് നാലും എന്താന്ന് മനസ്സിലായി കാണും. പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിന്റെ ആൻസർ എന്താണ്? അനുപ്രയോഗം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? കാടിന്റെ മക്കൾ എന്നതിലെ സമാസം എന്ത്? നമ്മുടെ സമാസം ടോപ്പിക്കാണത്. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദ്വന്ദ്വ സമാസം, ബഹുവ്രീഹി, കർമ്മധാരയൻ, തൽപുരുഷൻ. അതിന്റെ ആൻസർ എന്തായിരിക്കും? നമുക്ക് ഇതിന്റെ ആൻസർ കാടിന്റെ മക്കൾ എന്നതിലെ സമാസം പറയണത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി തൽപുരുഷൻ. ഇതാണ് ഇതിന്റെ ആൻസർ. എന്താണ് തൽപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാസത്തിലെ ഒരു അതായത് വിഭജിക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇത് തന്നെയാണ് ഈ തൽപുരുഷൻ എന്ന് പറയുന്നത്. ഏതാ? വി, ഭാവൻ, തൽപുരുഷൻ, ബഹുവ്രീഹി സമാസം, അങ്ങനെ കുറെ ഉണ്ട്. നമുക്കിപ്പോ ഇതിൽ വന്നിരിക്കുന്നത് തൽപുരുഷനാണ് കേട്ടോ. എന്താണ് തൽപുരുഷൻ എന്ന് പറയുന്നത്? ഉത്തരപദത്തിന്റെ അർത്ഥത്തിനാണ് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പുഷ്പബാണം, ഉദാഹരണം പുഷ്പബാണം എന്നെടുക്കുക. ഇവിടെ ഉത്തരപദമായ ബാണം എന്ന പദത്തിനാണ് പ്രാധാന്യം അല്ലെ. പുഷ്പബാണം. ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ബാണം എന്ന പദത്തിനാണ്. അതായത് പുഷ്പം കൊണ്ടുള്ള ബാണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്താണ്? പുഷ്പം കൊണ്ടുള്ള ബാണം. അപ്പൊ ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തൊക്കെയാണ്? പൂമണം, പൂവിന്റെ മണം. മുഖഭാവം, മുഖത്തിലെ ഭാവം. ശിക്ഷാവിധി, ശിക്ഷയുടെ വിധി. കൈമുട്ട്, കയ്യിലെ മുട്ട്. ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാടിന്റെ മക്കൾ. അപ്പൊ അതിലെ സമാസം എന്തായിരിക്കും? തൽപുരുഷൻ. എങ്ങനെ ഈ തൽപുരുഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ബഹുവ്രീഹി സമാസമാണെന്നുണ്ടെങ്കിൽ അന്യപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കും. ഇപ്പൊ താമരക്കണ്ണൻ, അപ്പൊ താമരയുടെ ഇതൾ പോലെ കണ്ണുകളോട് കൂടിയവൻ ആരോ അവൻ. മനസ്സിലായോ? ഇപ്പൊ മഹാസിദ്ധൻ, മഹത്തായ സിദ്ധിയുള്ളവൻ. ഹൃദയഹാരി, ഹൃദയത്തെ ഹരിക്കുന്നത്.
അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ബഹുവ്രീഹി എന്ന് പറയുന്നത്. ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത് ഞാനൊരു സ്ലൈഡിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇത് പറഞ്ഞുതരാം കേട്ടോ. എന്താ ജസ്റ്റ് ഒന്ന് അതിന്റെ ഔട്ട്ലൈൻ നോക്കാം നമുക്ക്. ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ കൈ കാലുകൾ അങ്ങനെ പറഞ്ഞാൽ കൈയും കാലും, രാപ്പകൽ, ഗംഗ യമുന, കായ്കനികൾ, അങ്ങനെ അതൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഓ അങ്ങനെ വരാൻ പറ്റും. വിഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഓ അങ്ങനെ ചേർന്ന് വരും. അതാണ് ഈ എന്ത് ദ്വന്ദ്വ സമാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണാം. ഇനിയിപ്പോ ഒന്നും കൂടെ ഉണ്ടല്ലേ, എന്താ അത്? കർമ്മധാരയൻ അല്ലെ. അതെന്താ? ഉത്തരപദത്തിന് പ്രാധാന്യമായിട്ടുള്ള തൽപുരുഷൻ, അതായത് വിഗ്രഹിക്കുമ്പോ ആയ എന്ന ഇടനില വരും ഇതിൽ കേട്ടോ. അതായത് ഇപ്പൊ ലളിതഗാനം, ലളിതമായ ഗാനം. നീലാകാശം, നീലയായ ആകാശം. അതുപോലെ മഹർഷി, മഹാനായ, ആയ എന്ന് വരുന്നത് കണ്ടോ. അതാണ് ഇത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ മക്കളെ. ഒന്നുകൂടെ വേണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. എന്താണ്? കാടിന്റെ മക്കൾ എന്നതിലെ സമാസമാണ് തൽപുരുഷൻ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ക്രിയയുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ മുന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു, അതിൽ നാമവിശേഷണം അങ്ങനെ കുറെ വിശേഷണങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതേപോലെ ക്രിയയുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഈസി ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരാനില്ല ഇനി. എന്താണ് ആൻസർ? എ ഉണ്ട്, ക്രിയാവിശേഷണം, വിശേഷണ വിശേഷണം, നാമവിശേഷണം, സർവനാമം. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ, ക്രിയാവിശേഷണം അല്ലേ? ഈസി ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടോ. ഓക്കെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? നിലപാട് മാറ്റുക എന്നർത്ഥം വരുന്ന ശൈലി. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? കാല് പിടിക്കുക, കാല് മാറുക, കാല് വാരുക, കാല് തിരുമ്മുക. ഇതിൽ ഏതായിരിക്കും ആൻസർ? നിലപാട് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥം? ഒരു നിലപാടിൽ, അതായത് നമ്മളൊരു വാക്കിൽ ഉറച്ചു നിൽക്കാണ്ട് മാറിക്കൊണ്ടേയിരിക്കുക അല്ലെ? അതിന്റെ തന്നെ അർത്ഥം എന്താണ്? കാല് പിടിക്കലാണോ? അല്ല. കാല് വാരുകയാണോ? അല്ല. കാല് തിരുമ്മുകയാണോ? അല്ല. അപ്പൊ എന്താണ് ആൻസർ? കാല് മാറുക. കാല് പിടിക്കുകയല്ല, കാല് വാരുകയല്ല, കാല് തിരുമ്മുകയല്ല. അപ്പൊ എന്താണ് ആൻസർ ഇതില്? എന്താണ് ആൻസർ? കാല് മാറുക. കാല് മാറുക എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടോ. താഴെ പറയുന്നവയിൽ ശബ്ദം എന്നർത്ഥം വരുന്ന പദം. ശബ്ദം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഓക്കെ, ഓപ്ഷൻ വായിക്കാം ആദ്യം. എന്താണ്? ആലയം, ആമയം, ആരവം, ആദവം. ഇത് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പം കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. ശബ്ദം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ സി, ആരവം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിന്റെ കുറേയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ തന്നെ എക്സാമിന് പെർഫോം ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി അടുത്ത കുറച്ച് നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ കാണുക, 2 വട്ടമെങ്കിലും കേൾക്കുക. അതുപോലെ റിപ്പീറ്റഡ് ആയി കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. എനിവേ, എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.